ഓക്കെ അല്ലേ? ഓക്കെ. ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഒരു അടിപൊളി ഗ്രാമമാണ്, തമിഴ്നാട്ടിലൊരു അടിപൊളി ഗ്രാമം കേട്ടോ. സ്ഥലം അറിയില്ല കേട്ടോ, പക്ഷെ എന്താ വെച്ചാൽ അപ്പുറത്തെ സൈഡിൽ നല്ലൊരു അടിപൊളി അമ്പലം, ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു വീടുകൾ, നല്ല അടിപൊളി കേട്ടോ. നല്ല അറ്റ്മോസ്ഫിയർ കണ്ടോ, നല്ല കാറ്റുണ്ട് കേട്ടോ. കാറ്റുണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് എന്താ രസം. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, ഇതൊക്കെ നമ്മൾ കണ്ടറിയണേ. കണ്ടോ, സൂപ്പർ സൂപ്പർ സൂപ്പർ. അവിടെ ഒരേ നായ നോക്കുന്നുണ്ട്, അതുകൊണ്ട് കൂടുതൽ മുന്നോട്ട് നടക്കുന്നില്ല കേട്ടോ. ചിലപ്പോൾ എന്താ പറയുക, വൈബൊക്കെ പോകും. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ അവർക്ക് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ നമ്മൾ ഗ്രാമങ്ങൾ തേടി ഇറങ്ങിയതാണ്. അടിപൊളി ഗ്രാമം കേട്ടോ. ഇതിന് ചുറ്റൊന്ന് കാണിച്ചു കൊടുക്കൂ, ഫുള്ള് കാണിച്ചു കൊടുക്കുക. എൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് കാണിക്ക്. കണ്ടോ, ഇതൊരു ഇതുകൊണ്ട് കെട്ടിയ വീടാട്ടോ. ഇങ്ങോട്ടൊക്കെ മണ്ണും കൊണ്ട് കെട്ടിയുണ്ടാക്കിയ വീടാ. കണ്ടോ, അടിപൊളി അല്ലേ? സൂപ്പർ സൂപ്പറാണേ. കണ്ടതൊക്കെ കാണാനൊരു ഭംഗി. കണ്ട ഒരു അമ്പലം അടിപൊളിയാ, നല്ല കളർഫുള്ളാ. കണ്ടോ, അടിപൊളിയാട്ടോ. അങ്ങനെ നമ്മള് ഇങ്ങോട്ട് ഇറങ്ങിയതാട്ടോ. അങ്ങോട്ട് കണ്ടോ, കുഞ്ഞു കുഞ്ഞു വീടുകളാട്ടോ. കണ്ടോ, അടിപൊളി. ചെറിയ റോഡാട്ടോ സംഭവം. പക്ഷെ കുഞ്ഞു കുഞ്ഞു ഗവൺമെന്റ് കെട്ടിക്കൊടുത്ത വീടുകളാണ് തോന്നുന്നുണ്ട്. കുഞ്ഞു വീടുകൾ കണ്ടോ. ഇവിടെ ആൾ താമസം ഉണ്ടോന്ന് അറിയില്ല. അടിപൊളിയാണ്. ഇത് ജില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ കറക്റ്റായിട്ട്. അടിപൊളി കേട്ടോ. കണ്ടോ, ഒരു കോഴി ഫാം. കോഴി ഫാം നിൽക്കുന്നതന്നെ കൃഷി സ്ഥലത്തിന്റെ അടിയില്ല കേട്ടോ. എന്തൊക്കെയാ കൃഷിയുണ്ട്? വേപ്പാണത് അല്ലേ? വേപ്പാണ് കൃഷി. കണ്ടോ, വേപ്പാണ്. ഇത് കോഴി ഫാം ആട്ടോ. നല്ല വൃത്തിയാട്ടോ, എല്ലാം നല്ല നീറ്റാണ്. ഇവിടുത്തെ റോഡുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കൃഷി സ്ഥലങ്ങളാണെങ്കിലും എല്ലാം പക്ക നീറ്റാട്ടോ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അടിപൊളി. ഞങ്ങളിവിടെ പുറത്തിറങ്ങിയ ഭയങ്കര കാറ്റാട്ടോ, നല്ല കാറ്റുണ്ട്. സൂപ്പർ സൂപ്പർ. കണ്ടോ, ഉള്ളിക്കൃഷിയാണ് കേട്ടോ ഈ കാണുന്നത്. ഉള്ളിക്കൃഷിയാണിത്. കണ്ടോ, ഉള്ളിയാണ് കേട്ടോ കൃഷി. ഇവിടെ ആളുകളുണ്ട്. കണ്ടോ, അതൊക്കെ ഉള്ളിക്കൃഷി കേട്ടോ, രണ്ട് സൈഡും. വാവ്, സൂപ്പറാട്ടോ. കണ്ടോ അല്ലേ? നമ്മൾ ഈരോട്ടിലുള്ള ഒരു അടിപൊളി ഗ്രാമമാണ് കേട്ടോ. അത് നമ്മൾ അധികം വീഡിയോസും എല്ലാം ഈരോട്ടിന്റെ ഗ്രാമങ്ങളാട്ടോ. ഇനി നമ്മൾ വരുന്നതൊക്കെ ഈരോട്ടത്തെ ഗ്രാമങ്ങളായിരിക്കും കേട്ടോ. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ, നല്ല അടിപൊളി ഒരു ഉള്ളിക്കൃഷി കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണേ. അപ്പൊ നമുക്ക് കണ്ട, ഇത് ഫുള്ള് ഉള്ളിയാട്ടോ. അതെല്ലാം ഉള്ളിയാണ്. വലിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളിയാണ്, വെളുത്തുള്ളിയാണ്, അതൊന്നും അറിയില്ല. പക്ഷെ ഉള്ളിയാണ് കൃഷി. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ബാല്ലോ, ഹലോ സുബാ. അധികം വണ്ടികളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. കണ്ടോ, ഇതാണ് ഉള്ളി. ഇതാണ് ഉള്ളി. കണ്ടോ, വരമ്പ്. ബാല്ലോ, ഉള്ളി കയറണ്ട. ഇതാണ് കേട്ടോ ഉള്ളി. കണ്ടോ, അവര് നനച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒന്നിങ്ങോട്ട് അടുത്തേക്ക് കൊണ്ടുവരി. കാണുമോ? അടിപൊളിയാട്ടോ. നല്ല കാറ്റ്, നല്ലത്. അവിടെ പശുക്കൾ മേയുന്നുണ്ട്. അവിടെയൊക്കെ പശുക്കൾ മേയുന്നുണ്ട്. അവിടെ ഒരു ഫാം ഉണ്ട്, കോഴി ഫാം ഉണ്ട്. അവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. പക്ഷെ ഫുള്ള് സൂപ്പർ സൂപ്പർ. അല്ലോ സൂപ്പർ. അല്ലുവിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നമ്മളൊരു കാര്യം കുറെ വട്ടം ചോദിച്ചാൽ അല്ലുവിന് വേഗം ദേഷ്യം വരും. ചെറിയ ഉള്ളിയാണോ ഇത്? ചെറിയ ഉള്ളിയാട്ടോ, ചെറിയ ഉള്ളിയാട്ടോ, ചെറിയ ഉള്ളിയാണേ. സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയ ഉള്ളിയാണേ. ഫുള്ള് കേട്ടോ. കണ്ടോ, അവിടെ പശുക്കളുണ്ട്, വീടുകളുണ്ട്. സൂപ്പർ ആയിട്ട്, നല്ല കാറ്റും. കണ്ടോ, മരങ്ങൾ ഇതായിട്ടുണ്ട്. ഹല്ലൂസ് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ പറയുന്ന പോലെ. കണ്ടോ, ചുറ്റു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളിൽ കൂടിയാണ് കൂടുതലും കൃഷിയാണ് കേട്ടോ. ഭാഗം നോക്കുകയാണെങ്കിൽ റോഡിന്റെ സൈഡിൽ കൂടി ഉണ്ട് കേട്ടോ. വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് വേറെ ഉണ്ട്. സംഭവം അടിപൊളിയാട്ടോ. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ അടിപൊളി വെച്ചാൽ അടിപൊളിയാണേ. സൂപ്പറാണേ. കണ്ടോ,
നമ്മൾ ഈരോട്ടിൽ പെടുന്ന ഗ്രാമങ്ങളാട്ടോ. ഈരോട്ടിൽ ഒത്തിരി ഗ്രാമങ്ങളുണ്ട് ഇതുപോലെ. സൂപ്പറാണേ. കണ്ടോ, കൃഷി സ്ഥലങ്ങളാണോ മൊത്തം. ഫുള്ള് കേട്ടോ, തെങ്ങ്, അതുപോലെ തന്നെ ഉള്ളി കാര്യങ്ങളൊക്കെയാണ്. സൂപ്പർ സൂപ്പർ സൂപ്പറാണ് കേട്ടോ. ഒക്കെ കുത്തിനി എടുക്കുക. നല്ല രസമുണ്ട്. നല്ല കാറ്റുണ്ട്, ഒരു ഇളം കാറ്റ്. നടക്കാൻ നല്ല സുഖാട്ടോ. ഈ ഭാഗത്തൊക്കെ വന്ന് രാവിലെ നടക്കാൻ പോകുന്നവര് ഈ ഭാഗത്ത് വന്നിട്ട് നടക്കണം കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടോ. കണ്ടോ, രണ്ട് സൈഡും തെങ്ങാണ്. അവിടെ JCB ഒക്കെ നിർത്തിയിട്ടുണ്ട്. രണ്ട് സൈഡ് തെങ്ങാണ്. നല്ല രസം, നല്ല കാറ്റ്. കണ്ടോ, നിങ്ങൾക്ക് വീഡിയോയിൽ ചിലപ്പോൾ കാണാൻ പറ്റും. നല്ല കാറ്റുണ്ട് കേട്ടോ. നമ്മളെ ദിലീപ് പറഞ്ഞ പോലെ എന്താ, തേങ്ങാക്കുലകൾ കാറ്റിലാടുന്നു എന്നൊക്കെ പറയില്ലേ. പക്ഷെ തേങ്ങാക്കൊലകൾ ആടുന്നില്ല കേട്ടോ, തെങ്ങ് നന്നായിട്ട് ആടുന്നുണ്ട്. നല്ല സുഖം, നല്ല രസം, നല്ല സംഭവം. അടിപൊളി അടിപൊളി. സൂപ്പർ ആയിട്ട് ഇവിടെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇവരിത് കത്തിച്ചു വിടുന്നൊക്കെ ഉണ്ട്. ഈ സൈഡിലൊക്കെ കത്തിച്ചു വിട്ടിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്താ, ഈരോട്, ഈ കാങ്ക, ഈ ഭാഗത്തൊക്കെ ഒത്തിരി ഗ്രാമങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും ആ സംഭവങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ വന്നോളൂ. അടിപൊളിയാണ്. സൂപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ട്രാവൽ വ്ളോഗേഴ്സ് ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഒത്തിരി ഉണ്ടാവും കേട്ടോ. അപ്പൊ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ, കാണാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഒരുപാട് ഗ്രാമങ്ങളുണ്ട് കേട്ടോ. ഇത് നമുക്ക് അറിയുന്നൊരു ഗ്രാമം ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നതാണ്. ഇങ്ങനത്തെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. സൂപ്പർ. കണ്ടട്ടെ, ഇവിടെ ഒരു കനാലുണ്ട്. നമ്മളെ ഗ്രാമങ്ങൾ കണ്ടു വന്നപ്പോൾ ഞാൻ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ ഈ സംഭവം ഇങ്ങനെ ഓവുചാല് പോലെ ഒരു സംഭവം കണ്ടു. അപ്പൊ ഞാൻ നല്ല വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ. നോക്കുമ്പോൾ വെള്ളം കമ്മിയാണ്, പക്ഷേ സൂപ്പർ വൈബാട്ടോ. വൈബ് എന്ന് വെച്ചാൽ രണ്ട് സൈഡും തെങ്ങും കാര്യങ്ങളും, നല്ല കാറ്റ്. പിന്നെ കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ. കണ്ടോ, പക്ഷെ ശുദ്ധമായ വെള്ളമാണ് കേട്ടോ. വെള്ളം നല്ല അടിപൊളി വെള്ളമാണേ. സൂപ്പറാണ്. ഇത് പറിക്കാൻ കിട്ടുന്നില്ല കേട്ടോ. സൂപ്പറാണ്. അപ്പം നമ്മൾ ഇത്തിരി ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരുന്നു ആ സംഭവം. പക്ഷെ നമ്മൾ ഒത്തിരി ഉള്ളിലോട്ട് പോരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാട്ടോ ഇത്. അതായത് 90-80 കാലഘട്ടത്തിൽ നിന്നൊന്നും ഇപ്പോൾ പുറത്ത് വരാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഇപ്പോഴും. സൂപ്പറാണ്. പക്ഷെ ആ കാലഘട്ടത്തേക്കൊക്കെ നമ്മൾ ചെറിയൊരു എത്തിനോട്ടം. സൂപ്പറാണേ, അടിപൊളിയാ. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നാല് വെള്ളച്ചാട്ടത്തിന്റെ ഇവിടുന്ന് കൊണ്ട് വന്നാൽ നേരെ ഓപ്പോസിറ്റ് നല്ല കൃഷി സ്ഥലം കേട്ടോ. കണ്ട, കൃഷിയുടെ നടുക്ക് പാടത്ത്, നമ്മുടെ നാട്ടിലൊക്കെ പാടെന്ന് അറിയില്ലേ, പാടത്തിന് നടുക്ക് വീട് വെച്ച പോലെ കേട്ടാ. ഒരമ്മ അവിടെ പശുവിനെ നോക്കുന്നുണ്ട്. കണ്ട, അവരും കാണിക്കാ. അവരുടെ അമ്മ പശുവിനെ നോക്കുന്നുണ്ട്. കണ്ടോ, ഫുൾ കൃഷിയും കാര്യങ്ങളാണേ. സൂപ്പറാണ് കേട്ടോ. അടിപൊളി സ്ഥലം, സൂപ്പർ സ്ഥലം. കണ്ട, അത് അവർ കൃഷിക്ക് നനക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ശേഖരിക്കും. സൂപ്പറാട്ടോ. അല്ലോ ഇവിടെ ഒരു അമ്മ എന്താ പശുവിനെ കെട്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇവര് തന്നെയാണ് തോട്ടം കാര്യങ്ങളൊക്കെ. അമ്മ സൂപ്പർ. എന്താ പറയുക, തമിഴിൽ എന്താ പറയാ, എനിക്ക് തമിഴ് പറയാൻ അറിയില്ല. പാട്ടി നല്ല ഇരിക്കുங்க. തമിഴ് தெரியாது. മലയാളം കേരള. വീഡിയോ ഇருக்கு. അടിപൊളി സ്ഥലം. കണ്ട, ഇത് ഇവര് പശുവിനൊക്കെ കെട്ടിയിട്ടിട്ട് കണ്ട, ഇതൊക്കെ ഇവര് വെള്ളാട്ടോ. ഇത് ഇവര് കൃഷിക്ക് നനക്കണാണ്. പാട്ടി ഇത് തണ്ണി കൃഷിക്ക് താനെ തണ്ണി ുള്ളത് കാര്യങ്ങളൊക്കെയാണ് ഇത്. കണ്ടോ, നല്ല രസട്ടോ, നല്ല അടിപൊളിയാട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണേ. സൂപ്പർ. അലക്കുകല്ലാട്ടോ, അത് അലക്കുന്നതാണ്, ഇവരലക്കുന്നതാണ്. കണ്ടോ, സൂപ്പർ ആയിട്ട്. ഉള്ളി കൃഷിയാണിത്, ഉള്ളിയാണേ. കണ്ടോ, ഒക്കെ ഇവരോട് ചോദിച്ചു നോക്കി. ചിന്ന വെങ്കായം താനേ. ഓക്കെ. ഇതിന്റെ ഉള്ളിലോട്ട് വരുംതോറും നമ്മൾ ചെറിയ ചെറിയ റോഡുകളാട്ടോ. രണ്ട് സൈഡും കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളും. കണ്ടോ, ഈ ഭാഗത്ത് അധികം നമ്മൾ കാണാൻ പറ്റുന്നത് ഉള്ളി കൃഷിയാട്ടോ.
ഉള്ളിയാണത്. ആ ഉള്ളിയാണ്. ഹലോ ഗെയ്സ്, ഉള്ളിയാണ് കേട്ടോ. ഹലോ ഗെയ്സ്. എന്നാ ഞാൻ ബാക്ക് കൂടി പോയി കഴിഞ്ഞാൽ ഇതൊരു ഗ്രാമമാണ് കേട്ടോ. ഇതിനെ കുറിച്ചൊന്നും പറയാൻ വാക്കുകളില്ല. സംഭവം നല്ല അടിപൊളിട്ടോ. ഇത് പുളിമര കേട്ടോ, ഇതാലാട്ടോ, ഇത് പുളിയാണ്. പക്ഷെ നല്ല രസം കേട്ടോ ഇങ്ങനെ കൂടി നിൽക്കുന്നത്. ഇത് പറയാനല്ല കേട്ടോ, ഇത് കാണാനാണ്. അടിപൊളി വെച്ചാൽ അടിപൊളി. സൂപ്പർ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനത്തെ ലൊക്കേഷൻ കാണുന്നത്. ചെറുതായിട്ട് മഴ ചാർന്നുണ്ട് കേട്ടോ. കാണാൻ തന്നെ രസം, കാണാൻ തന്നെ രസം. കണ്ടോ ഇത് ഫുള്ള് ഇവിടുത്തെ അങ്ങോട്ടൊക്കെ പുളിമരങ്ങളും ആലും എല്ലാം ഉണ്ട് കേട്ടോ. പുളിയാണ് കൂടുതൽ. ഒരു സൈഡ് പുളി, ഒരു സൈഡ് ആല്. നല്ല രസമുണ്ട്. സൂപ്പർ സൂപ്പർ. നല്ല കാറ്റും ഉണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. സൂപ്പർ 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 സൂപ്പർ. ഈ ഒരു സൈഡ് ഉണ്ട്, നല്ല രസമുണ്ട് അല്ലേ. പശുക്കളൊക്കെ മേയുന്നുണ്ട് കേട്ടോ. നല്ല രസമല്ലേ. പശു ഉണ്ടോ? നല്ല പശുക്കളുണ്ട് കേട്ടോ. അടിപൊളിയാണ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഞാൻ സിനിമയിലൊക്കെ ഉള്ളു കേട്ടോ ഇങ്ങനത്തെ സ്ഥലങ്ങൾ സത്യമായിട്ട് കണ്ടിട്ടുള്ളത്. അടിപൊളിയാണ് കേട്ടോ. കൃഷിസ്ഥലം കേട്ടോ. അതിന്റെ നടുക്കൂടി റോഡ്, പിന്നെ കുഞ്ഞു കുഞ്ഞു വീടുകള്. നല്ല രസമുണ്ട്. സൂപ്പർ കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് അല്ലേ ഇക്ക? ഒത്തിരി ഗ്രാമങ്ങൾ ഉണ്ടാവും. നമ്മൾ ഇതാക്കിയാല് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒരുപാട് ഗ്രാമങ്ങൾ കാണാൻ പറ്റും. അടിപൊളിട്ടാ. ഇത്രയും ഗ്രാമം, ഇത്രയും ഉള്ളിക്ക് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതൊരു പ്രത്യേകത കേട്ടോ. ആ കുന്നിന്റെ മുകളിലായിട്ട് ഒരു അമ്പലം. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ. കണ്ടോ കണ്ടോ കണ്ടോ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ അമ്പലം. ഇത് വഴി അപ്പുറത്തുനിന്ന് തോന്നുന്നത് സംഭവം. കണ്ടോ ഇവിടെയൊക്കെ തൊടുകയും കാര്യങ്ങളൊക്കെ എന്നിട്ട് കണ്ടോ. എന്തായാലേ എത്ര ദൂരത്താണ് ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലമാണ് നാച്ചിപ്പാളയം. ഈ റോഡിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നാച്ചിപ്പാളയം എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ.